Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എനിക്ക് കുറച്ചും കൂടെ അല്ലേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CGHS ഒക്കെ പഠിച്ചിരുന്നു അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനെ പറ്റി പഠിച്ചിരുന്നു. അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് അല്ലെ, അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അതിലൂടെ അവർക്ക് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, RSBY അല്ലെ, CGHS കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കാർഡിന്റെ കളറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ കാർഡുകള് കളർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, സ്ട്രിപ്പിന്റെ കളറ് അത് ഓരോരുത്തരുടെയും ആ സ്റ്റാറ്റസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 4 കളേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 കളേഴ്സുകളും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് RSBY ആണ് അല്ലെ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. അപ്പൊ അതിനെ പറ്റി പഠിച്ചു, അതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടിരുന്നു. പിന്നെ നമ്മള് കുറച്ച് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിന് എക്സാമ്പിള്. പിന്നെ നമ്മൾ കണ്ടത് TPA ആണ് അല്ലെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ആരൊക്കെയാണ് ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഒരു കമ്പനിയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരുടെ റോൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ എക്സാമ്പിളുകൾ, പിന്നെ എങ്ങനെയാണ് ഒരു ക്ലെയിം നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ, വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടിരുന്നു. പിന്നെ പിക്ചോറിയൽ ആയിട്ടുള്ള അതിന്റെ ഒരു ക്ലെയിം പ്രോസസ്സിന്റെ അത് കണ്ടു. ഇവിടം വരെ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള് വായിച്ചു നോക്കിയോ നിങ്ങള്? ഓക്കെ, വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ആ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഇനി നമുക്കതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം പഠിക്കാനുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അവസാനം അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്: റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ അല്ലെ, ഇൻഷുറൻസ് ഓപ്പറേഷൻസ്, ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഡിസൈനിങ് അല്ലെ. നമ്മൾ ഓരോ ഇൻഷുറൻസ് പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? രൂപകൽപ്പന ചെയ്യണം അല്ലെ, ഡിസൈൻ ചെയ്യണം അല്ലെ, രൂപകൽപ്പന ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം അല്ലെ, കൃത്യമായിട്ട് അത് സംഘടിപ്പിക്കണം. പിന്നെന്താണ്? ഇംപ്ലിമെന്റിങ് അല്ലെ. നമ്മൾ ജസ്റ്റ് ഇത് ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്തും കൂടെ ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പാക്കണം. പിന്നെ എന്തൊക്കെയാണ്? ട്രെയിനിങ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് അവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം അല്ലെ, ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്കും നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളല്ല, അയാൾ കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന, മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
പറഞ്ഞു മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഇൻഷുറൻസ് പ്രവർത്തനം, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഡിസൈനിങ് ആയിക്കോട്ടെ, അതിന്റെ ഓർഗനൈസിങ് ആയിക്കോട്ടെ, ഇംപ്ലിമെന്റിങ് ആയിക്കോട്ടെ, അതുപോലെ ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് അവിടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റ് രോഗികൾക്കും, ഓക്കെ, കോർപ്പറേറ്റ് പേഷ്യൻസ് അല്ലെ, കോർപ്പറേറ്റ് രോഗികൾക്കും അതുപോലെ തന്നെ മറ്റ് കസ്റ്റമേഴ്സ് അല്ലെ, ഉപഭോക്താക്കൾക്കും അവരുടെ മെഡിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് സേവനങ്ങളിലെല്ലാം തന്നെ മേൽനോട്ടം വയ്ക്കുക അല്ലെ. അതെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റ് രോഗികൾക്കും മറ്റ് പല കസ്റ്റമേഴ്സിനും അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പ്രവർത്തനങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുക. അപ്പൊ അതിനകത്തൊരു സംശയമാണ്, എന്താണ് ഈ കോർപ്പറേറ്റ് പേഷ്യൻസ്? എന്താണ് കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ചില പേഷ്യൻസിന് അവർക്ക് ഈ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ സേവനങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്. അതായത് അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ആനുകൂല്യമായിട്ട് എന്ത് കിട്ടാറുണ്ട്? അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കിട്ടാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ചില എന്താ പറയാ ഹെൽത്ത് കെയർ സർവീസുകൾ അവരുടെ കമ്പനി തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റും ഹെൽത്ത് കെയർ സർവീസുകളൊക്കെ ലഭിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മള് കോർപ്പറേറ്റ് പേഷ്യൻസ് പറയുന്നത് കേട്ടോ. കോർപ്പറേറ്റ് കമ്പനികളാണ് കൂടുതൽ അങ്ങനെ കൊടുക്കുക. ഇപ്പൊ മൾട്ടിനാഷണൽ MNC എന്നൊക്കെ നമ്മൾ പറയും, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ അങ്ങനെ അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? പ്രിവിലേജ് കൊടുക്കാറുണ്ട്. മനസ്സിലായോ കോർപ്പറേറ്റ് പേഷ്യന്റ് എന്താണ്? അതായത് പേഷ്യൻസിന് അവരുടെ പാർട്ട് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, അവരുടെ എംപ്ലോയ്മെന്റിന്റെ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും മറ്റ് ഹെൽത്ത് കെയർ സർവീസും ഒക്കെ ലഭിക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ മറ്റ് ഉപഭോക്താക്കൾക്ക് നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവർക്ക് അവരുടെ എംപ്ലോയീസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്താണ് കോവിഡ് വാക്സിൻ ഒക്കെ കൊടുക്കാനായിട്ട് അവരുടെ കമ്പനി തന്നെ അങ്ങനെ സ്പോൺസർ ചെയ്യാറുണ്ട്. ഓക്കെ, സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മെഡിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് പ്രവർത്തനങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ് അല്ലെ. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്, രോഗിയുടെ ഇൻഷുറൻസ് ക്ലെയിംസുകളെല്ലാം തന്നെ പ്രോസസ് ചെയ്യുക, കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, ഓരോ ക്ലെയിം പ്രോസസ് ചെയ്യുന്ന ആ സ്റ്റെപ്സുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലില് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ആ ഒരു ഇൻഷുറൻസ് മാനേജർ എന്ന് പറയുന്നത് രോഗിയുടെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ് കേട്ടോ. ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സഹകരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് മറ്റു പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് സഹകരിച്ചിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്വമാണ്? ഈ പറയുന്ന ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ഒരേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നും ആയിരിക്കില്ലല്ലോ എടുക്കുന്നില്ല. പലരും പല പല കമ്പനികളുടെ ഒക്കെ ആയിരിക്കും ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുത്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസ് മാനേജർക്ക് പല കമ്പനികളുമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റ് ചെയ്യുക, സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തതാണ് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ.
ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതായത് രോഗിയുടെ സംതൃപ്തി അത് മാക്സിമൈസ് ചെയ്യുക, അത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക. ഓക്കെ, അങ്ങനെ പിന്തുണ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, രോഗിയുടെ സംതൃപ്തിയെ വർദ്ധിപ്പിക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇൻഷുറൻസുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നത്? നമുക്കറിയാം അത് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് അധികം കാലതാമസങ്ങളൊന്നും വരാതെ തന്നെ ആ പോളിസി ഹോൾഡർക്ക് ക്ലെയിം അപ്രൂവ് ചെയ്ത് കിട്ടാനും പേയ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളും മറ്റുമെല്ലാം തന്നെ അധികം താമസം വരാതെ തന്നെ സബ്മിറ്റ് ചെയ്യണം അല്ലെ. അതൊരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് അല്ലെ, അവരുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ ആ രീതിയിൽ ഹോസ്പിറ്റലിന് എത്രത്തോളം റോൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പൊ അവരവരുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിങ്ങിലും മറ്റും അവരുടെ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ ചെയ്യണം. ഓക്കെ, ആ രീതിയിൽ ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യണം, പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, നമ്മള് നേരത്തെ ഒരു പിക്ചോറിയൽ ഇത് കണ്ടപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലേക്ക് ഇവര് ഇൻഷുറൻസ് കമ്പനി വിവരങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അപ്രൂവ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിനൈൽ ആവാം, അല്ലെങ്കിൽ ക്വറി അല്ലെ അന്വേഷണങ്ങളൊക്കെ വരാം. അപ്പൊ ഈ അന്വേഷണം പുനരന്വേഷണമൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തത് ആരാണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലുകാരാണ് ചെയ്യേണ്ടത് അല്ലെ. അല്ലെങ്കിൽ പിന്നെ ആ രോഗിക്ക് ഇൻഷുറൻസോട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അധികം കാലതാമസം വരാതെ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ആ രീതിയിൽ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. നല്ല ഹോസ്പിറ്റൽ ആകുമ്പോൾ അത് വേഗം കാര്യങ്ങൾ അത് ചെയ്യും അല്ല. അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ അവര് പെട്ടെന്ന് തന്നെ അവര് ചെയ്യും. ആ രീതിയിലാണ് കേട്ടോ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ ദ ആക്യുറസി അക്കോർഡിംഗ് ടു ദി എഗ്രിമെന്റ്. അതായത് കരാറ് പ്രകാരം കൃത്യത ഉറപ്പാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ക്ലെയിമുകൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു ഇൻഷുറൻസ് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. എന്താണ്? കരാറ് പ്രകാരം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ടേംസിൽ പഠിച്ചു. ഇൻഷുറൻസ് പോളിസി എഗ്രിമെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു കരാറാണ്. അത് ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഇടയിലുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കരാറാണ് അല്ലെ. ആ കരാറിൽ എന്താണ്? ആ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ കരാറിന്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കരാറുമായിട്ട് ഈ പോളിസിയുടെ കൃത്യത ഉറപ്പാക്കണം അല്ലെ. അവര് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളും അവര് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഈ എഗ്രിമെന്റ് പ്രകാരമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വിധേയമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യണം. അതാണ് പറയുന്നത് എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇൻഷുറൻസ് മാനേജറുടെ. ഓക്കെ, അയാളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. കാര്യം നമുക്കറിയാം, നമ്മളൊരു കാര്യം ആ പോയിന്റിനകത്ത് പറഞ്ഞപ്പോ ഇവിടെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ക്ലെയിം സെറ്റിൽമെന്റ് അധികം പെട്ടെന്ന് നടക്കും. എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഓർഡറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം സെറ്റിൽമെന്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ എഗ്രിമെന്റ് പ്രകാരം അതെല്ലാം തന്നെ കൃത്യത പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? ക്ലെയിം അപ്രൂവ് ആയി കിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എഗ്രിമെന്റ് കരാറ് പ്രകാരം കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓരോ ക്ലെയിമുകളും അവലോകനം ചെയ്യണം, റിവ്യൂ ചെയ്യണം. അതൊരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തതാണ് ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ കേസസ്, ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ്, കേസ് അല്ല കേട്ടോ, ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില നിർണായക പ്രശ്നങ്ങള് മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്യുക. അതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്?
എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ചിലപ്പോൾ ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ ക്വറി നടത്താം, അല്ലെ? പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിനൈ ചെയ്യും. അപ്പൊ ഡിനേ ചെയ്യുമ്പോൾ അതിന്റെ കാരണം നമ്മൾ അറിയണം, എന്തുകൊണ്ട് അത് ഡിനേഡ് ആയി, എന്ത് കാരണം കൊണ്ട് അവരത് നിരസിച്ചു എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരും. അതൊക്കെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആണ്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ചുള്ള റെമഡിയൽ മെഷേഴ്സ് അവർ എടുക്കാൻ വേണം. അല്ലെങ്കിൽ ചിലവർ എന്തായിരിക്കും, പുനരന്വേഷണത്തിനായിരിക്കും, ഒരു കൊലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവര് ആ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനും ആരെ ആൻസർ ചെയ്യണം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻസർ ചെയ്യണം. അതുകൊണ്ട് ഇത്തരം നിർണായക പ്രശ്നങ്ങൾ മാനേജ്മെന്റിനോട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിനാണ് ഉള്ളത്. മനസ്സിലായില്ല? ഓക്കെ, അടുത്തത് ഇതാണ്, ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് കേട്ടോ. അതായത് പ്രതിമാസ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം? മാനേജ്മെന്റിന് സമർപ്പിക്കണം. ആര് സമർപ്പിക്കണം? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ സമർപ്പിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ പ്രതിമാസ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവര് സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് പ്രസന്റേഷൻസ്, അല്ലെ? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകള്, പ്രസന്റേഷൻസ്, അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യണം. ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഇന്റേണലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതേ ഹോസ്പിറ്റലിനകത്ത് തന്നെ, അല്ലെങ്കിൽ എക്സ്റ്റേണലി പുറത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന ഇൻഷുറൻസ് പ്രോഗ്രാമുകള്, പ്രസന്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, അതിൽ പങ്കെടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ പല സ്കീമുകളെ പറ്റിയും, അല്ലെങ്കിൽ അത് വരുന്ന അത്തരം ഇൻഷുറൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും, ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇത്തരം പ്രോഗ്രാംസിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷുറൻസ് പ്രസന്റേഷൻസ്, പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക, പങ്കാളികളാവാം, അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് ഇതാണ്, ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി, ആഴ്ചതോറും. ഓക്കെ, വീക്കിലി ആണ് പറഞ്ഞ ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. നമ്മള് എന്തിനാണ് ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, അത് ചർച്ച ചെയ്യാനും അതിനെ പറ്റിയൊക്കെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്, ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്, അതായത് ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സുകള്, അതുപോലെ തന്നെ റിജക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിനൈൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു, അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു റിജക്ഷൻസ് എന്തുകൊണ്ടുണ്ടായി, അതിനെ പറ്റിയൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിന് വേണ്ട മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ എന്താ പറയുക ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന് ഉണ്ട്. മനസ്സിലായല്ലോ? അതാണ് കേട്ടോ, ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. അടുത്ത പോയിന്റ് ഇതാണ്, ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. അതായത് സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം. ഓക്കെ, അത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഓരോ രോഗിയേക്കും കൂടുതലും പേരും ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരാണ്, അല്ലാത്തവരും ഉണ്ടാവാം, അല്ലെ? അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും ഓരോരുത്തരുടെ ആ ഒരു ഇൻഷുറൻസ് പോളിസിയും അതിന്റെ സ്കീമുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് സിസ്റ്റത്തിൽ എന്ത് ചെയ്തിരിക്കണം? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. നമ്മൾ തുടക്കം ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. അതായത് ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. അതായത് ഈ പറയുന്ന ഇൻഷുറൻസ് പ്രോട്ടോകോൾസുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ആർക്കും കൊടുക്കണം? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ട പരിശീലനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം
എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അധിക ചുമതലകളൊക്കെ നടത്തേണ്ടതും ആര് തന്നെയാണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ. മനസ്സിലായോ പോയിന്റുകള്? ക്ലിയർ ആയോ? അപ്പൊ ഒരു കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓവറോൾ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ഓവറോൾ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അഥവാ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജർ എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ വലിയ കുഴപ്പമില്ല, മറ്റേ ക്വാളിറ്റി അഷുറൻസും നാബും പോലെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. പഠിച്ചു വന്നപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ. കുറച്ച് പോയിന്റുകൾ ഉണ്ട് അതിനകത്ത്, അത് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നമ്മളിവിടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിതില് ടേംസുകൾ പഠിച്ചു. ടേംസ് പഠിക്കുമ്പോൾ ടേംസിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. ടേമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വരും. ഇൻഷുറൻസ് കമ്പനി, അതായത് ഇൻഷുറർ ആരാണ്, ഇൻഷുവേർഡ് ആരാണ്. അപ്പൊ ചോദ്യം നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻഷുറർ ആണോ ഇൻഷുവേർഡ് ആണോ, ഒരു വാക്കിന്റെ വ്യത്യാസത്തിൽ അർത്ഥം മാറിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കാം. ഇൻഷുറർ എന്ന് പറയുന്നതും ഇൻഷുവേർഡ് എന്ന് പറയുന്നത് ആരാണ്, ക്ലെയിം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, കുറെ ടേംസുകൾ തുടക്കം തന്നെ പരിചയപ്പെടുന്നുണ്ട്, അത് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്, പിന്നെ എന്തൊക്കെ ചെലവുകളാണ് അതിൽ കവർ ചെയ്ത്, ഒരു ഇൻഷുറൻസിൽ എന്തെല്ലാം എക്സ്പെൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. നോർമലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുമ്പോൾ എന്തെല്ലാം എക്സ്പെൻസുകൾ അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ക്ലൂഷനെ പറ്റി നമ്മൾ പഠിച്ചു. എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് IRDAയുടെ, അതുപോലെ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കണ്ട ഹെൽത്ത് ഇൻഷുറൻസ്, എത്ര ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, പിന്നെ എന്താ പറയുക, ഒരു ഗവൺമെന്റ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്. ESI വളരെ ഇമ്പോർട്ടന്റ് ആണ്. ESI പഠിച്ചു, CGHS പഠിച്ചു, RSBY പഠിച്ചു. ഓക്കെ, അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, എന്തിനെയാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്നൊക്കെ നമ്മൾ ഓരോന്നും പറഞ്ഞു പോയിട്ടുണ്ട്. കാൽക്കുലേഷൻ ശരിക്കും ഈ ഒരു ചാപ്റ്ററിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസിന് സ്കോപ്പ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ചോദിച്ചോളൂ നിങ്ങള്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററില്? ഓക്കെ ആണോ? ഓക്കെ ആണ്. കുറച്ചു പേർക്ക് ഓക്കെ ആണ്, വേറെ ആൾക്കാർ ക്ലാസ് കാണുന്നുണ്ടാവില്ല, എനിക്കറിയില്ല എന്തായാലും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പുതിയ ചാപ്റ്റർ തുടങ്ങാതെ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? പുതിയൊരു ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. അപ്പൊ വളരെ കുഴപ്പമില്ല, ഈ ചാപ്റ്റർ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇത്രയും നാളും കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒക്കെ ആണല്ലോ പഠിച്ചത്, പിന്നെ ഒരു ആശ്വാസമാണ്. അപ്പൊ നമുക്ക് കുറച്ച് ചിത്രങ്ങളും ഒക്കെ ഉള്ളൊരു ചാപ്റ്റർ ആണ്. വലിയ ഒരുപാട് വാരി വലിച്ചൊന്നും ഇല്ല. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എത്രാമത്തെ 33 33ാമത്തെ ചാപ്റ്റർ ആണോ? അപ്പൊ ഒന്ന് എല്ലാവരും എടുത്തു വെക്കാം കേട്ടോ. മൊഡ്യൂൾ 2-നകത്താണ് നിങ്ങളുടെ കിടക്കുന്നത്. ചാപ്റ്റർ 33 ആണ് കേട്ടോ. ചാപ്റ്റർ 33 കിട്ടിയല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ്, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ, സെക്കൻഡില്, തേർഡില്, ഫോർത്തില് വരുന്ന ചാപ്റ്റേഴ്സുകള് നിങ്ങൾക്ക് പിന്നീട് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രിന്റിലെല്ലാം ഷഫിളായിട്ടാണ് കിടക്കുന്നത്. എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതുമായിട്ട് ഒത്തു നോക്കാം. ഓക്കെ, 2 വരുന്ന ചാപ്റ്റേഴ്സ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഇത് ശരിക്കും മെഡിക്കൽ എക്യുപ്മെന്റ്സ് വരുന്നത് സിലബസ് തന്നിട്ടുണ്ടല്ലോ. അതായത് 4th മൊഡ്യൂളുണ്ടല്ലോ, 4th മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ മെഡിക്കൽ എക്യുപ്മെന്റ്. മൊഡ്യൂൾ വൈസ് നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് ആണെങ്കിൽ സെക്കൻഡിലാണ് കയറി കിടക്കുന്നത്. പക്ഷെ
എക്സാമിന്റെ ടൈമില് നോക്കണം. 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ മെഡിക്കൽ എക്യുപ്മെന്റ്സ്. കാര്യം നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും എക്സാം. മൊഡ്യൂൾ 1ന്റെ ഒരു എക്സാം ആദ്യം നടക്കും, പിന്നെ 2ന്റെ എക്സാം, 3rd 4th അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാപ്റ്ററിൽ മാറിപ്പോകരുത്. അത് ഇപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാലോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്? ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു 43 മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിക്കാനുണ്ട്. 43 മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോന്നിനും പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് മെഡിക്കൽ എക്യുപ്മെന്റ്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് നമുക്ക് കിട്ടൂല. കുറെയൊക്കെ നമുക്ക് മെജോറിറ്റി നമുക്ക് അറിയാവുന്നതാണ്. 1 2 എണ്ണമൊക്കെ നമുക്ക് അത്ര പരിചയമില്ലാത്തതുണ്ട്. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് ചിത്രം നോക്കി തന്നെ പഠിക്കുക. ആ ഒരു എക്യുപ്മെന്റിന്റെ ചിത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇത് എന്തിനു ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യം ഇൻട്രൊഡക്ഷൻ വായിക്കാം നമുക്ക്. മെഡിക്കൽ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് പർപ്പസ് അറ്റ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓർ rehabilitation following disease in injury. ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഇതൊക്കെ എന്താണ് മെഡിക്കൽ അപ്പാരറ്റസ് എന്നാണ് പറയുന്നത് അല്ലെ. എവിടെയൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സകളില്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അസുഖമോ പരിക്കോ മൂലം ഉണ്ടാകുന്ന റീഹാബിലിറ്റേഷൻ സേവനങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്തരത്തില് കൃത്യമായ ഉദ്ദേശത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ അപ്പാരറ്റസ് അഥവാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. Medical apparatus is used for the definite purpose at diagnosis and treatment of disease or rehabilitation following the disease in injury. Okay, നമുക്ക് രോഗനിർണയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് പരിക്കോ അസുഖമോ മൂലം ഉണ്ടാവുന്ന റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എന്താണ് സംവിധാനമാണ് മെഡിക്കൽ അപ്പാരറ്റസ് അഥവാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംഗിളി ഓർ ഇൻ കൺജോയിന്റ്ലി വിത്ത് എനി ആക്സസറി കൺസ്യൂമബിൾ ഓർ അതർ പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസ്. അപ്പോ നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ആക്സസറിയോ അതിന്റെ ഭാഗങ്ങളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ചിലത് പലതും കൺജോയിന്റ് ആയിട്ടായിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് കൺജോയിന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റു ചില എക്യുപ്മെന്റ്സ് നമ്മൾ സിംഗിളി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മാത്രമല്ല എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ് കേട്ടോ. അപ്പൊ നമുക്ക് 43 മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആരാണെന്നറിയോ? ഡീഫിബ്രിലേറ്റർ. ആരാണ്? ഡീഫിബ്രിലേറ്റർ. ഡീഫിബ്രിലേറ്റർ മിക്കവർക്കും അറിയാം. കാര്യം എന്താ? നമ്മൾ തന്നെ പല ചാപ്റ്ററുകളിലും വായിച്ചു പോയിട്ടുണ്ട് അല്ലെ. നമ്മള് മറ്റേ ഓപ്പറേഷൻ തിയേറ്ററും ആംബുലൻസ് ഒക്കെ പഠിച്ചപ്പം തന്നെ ആൻസർ വരുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ജസ്റ്റിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം? നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെ, ഹൃദയത്തിന്റെ സാധാരണ ആ ഒരു ഹാർട്ട് ബീറ്റ് അല്ലെ, ഹൃദയ താളം അല്ലെ, ആ ഹൃദയമിടിപ്പ് സാധാരണഗതിയിൽ എന്താണ് തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഡീഫിബ്രിലേറ്റർ. അതാണ് ഡീഫിബ്രിലേറ്റർ. അതായത് ശരിക്കും പറഞ്ഞു എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ താളം അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹൃദയസ്പന്ദനം, അതെ, ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയത്തിലോട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു വൈദ്യുത ആഘാതം ഏൽപ്പിക്കുന്നത്, ഷോക്ക് നമ്മൾ അവിടെ കൊടുക്കാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണിത് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. അതായത് നമ്മൾ ഹൃദയത്തിലേക്ക് ഒരു വൈദ്യുത, ഞാൻ പറഞ്ഞല്ലോ വൈദ്യുത ആഘാതം, ഒരു വൈദ്യുത ഷോക്കാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഹൃദയത്തിലേക്ക് ഒരു വൈദ്യുത ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ട് സാധാരണഗതിയിലുള്ള ഹൃദയമിടിപ്പ് തിരിച്ചു കൊണ്ടുവരുന്നത് ഈ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കാം. Various types of defibrillators working
ഡിഫറെന്റ് വേസ്. അതായത് പലതരത്തിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. ഒരൊറ്റ സാധനം തന്നെയല്ല, പല മോഡ്, പല രീതിയിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, അത് ഇതിനെ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ എന്താണ് വേറെ ഉണ്ട്, മാനുവൽ ഡീഫിബ്രിലേറ്റർ ഉണ്ട് കേട്ടോ. മാനുവലി ഉപയോഗിക്കുന്ന മാനുവൽ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ICD എന്നൊക്കെ പറയും, അതായത് ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡീഫിബ്രിലേറ്റർ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വേറൊരു ICD എന്ന് പറയും. അങ്ങനെയുള്ള ഡീഫിബ്രിലേറ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. എല്ലാം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്, എല്ലാം വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ വെറുതെ ആ ഒരു സെന്റൻസിന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. വാരിയസ് ടൈപ്സ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. പലതരത്തിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതിലൊരാളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് അഥവാ AED ആണ് കേട്ടോ. അവിടെ AF എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. എഫിന്റെ അടിയിൽ ഒരു വര വരച്ചത് E ആണ്, ആവും കേട്ടോ. അപ്പൊ AED എന്ന് എഴുതാം കേട്ടോ. എക്സ്റ്റേണൽ, ഓക്കെ, തിരുത്താട്ടോ, ശ്രദ്ധിക്കുക, തിരുത്ത. AFD അല്ല, AED ആണ് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് which are commonly seen in many public spaces are used to save the lives of people who experience the cardiac arrest. അതായത് സാധാരണയായിട്ട് നമ്മൾ പൊതു ഇടങ്ങളില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ചില പബ്ലിക് സ്പേസസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, കാണുന്ന ഒരു ഡിഫിബ്രിലേറ്റർ ആണ് AED എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ്. ഇത് വന്നിട്ട് നമ്മൾ ഈ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒക്കെ സംഭവിക്കുന്ന ആളുകള് അവരുടെ ജീവൻ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. സാധാരണ ഇത് പൊതുവെ ഉപയോഗിക്കുന്ന കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കിക്കേ. ആ ചിത്രം ഒന്ന് ശരിക്കും ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഡീഫിബ്രിലേറ്ററിന്റെ ചിത്രമാണ്. ഇവിടെ കണ്ടോ, ഈ ഇത് കണ്ടോ? ഇതിന് നമ്മൾ പറയും ഇലക്ട്രോഡ് പാഡ്സ് എന്നാണ് കേട്ടോ പറയാ. എന്താണ് പറയാ? ഇലക്ട്രോഡ്. കാര്യം നമ്മളൊരു ഷോക്ക് കൊടുക്കുകയാണ് അല്ലെ, ഷോക്കാണ് നമ്മൾ ഹാർട്ടിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഇലക്ട്രോഡ് പാഡ്സുകൾ. ഇനി ഈ ചിത്രം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇതിലൊരു 4 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ AED വർക്ക് ആവുന്നത് അതിന്റെ ഒരു സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടേൺ ഓൺ AED അല്ലെ. ടേൺ ഓൺ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഓൺ ചെയ്യാം അല്ലെ. ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയുക എക്യുപ്മെന്റ്, അതിന്റെ സിസ്റ്റംസ് അത് സ്വയം എന്ത് ചെയ്യും, പരിശോധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അറ്റാച്ച് ഇലക്ട്രോഡ് പാഡ്സ്. ഈ സാധനമാണ് കേട്ടോ ഇലക്ട്രോഡ് പാഡ്. കണ്ടല്ലോ, ഇലക്ട്രോഡ് പാഡ് അറ്റാച്ച് ചെയ്ത്, അത് ഈ പറയുന്ന ഡോക്ടർ ആരെന്ന് വെച്ചാൽ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ആരാണോ ഉപയോഗിക്കുന്ന ആളോ ഉപയോക്താവ് എന്ത് ചെയ്യണം, ആ ഇലക്ട്രോഡ് പാഡ്സുകൾ ഓപ്പൺ ചെസ്റ്റിനകത്താണ് കേട്ടോ വെക്കുക. ഓപ്പൺ ചെസ്റ്റ്, നമ്മള് ചെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ, ചെസ്റ്റ് ഓപ്പൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റിയിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ചെസ്റ്റില് എന്ത് വെക്കുകയാണ്? ഇലക്ട്രോഡ് പാഡ്സ് അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ വെക്കുന്ന രീതി കണ്ടോ? വെക്കുന്ന രീതി ചെറിയൊരു ചിത്രമായിട്ട് കൊടുക്കണ്ടോ? ഒരെണ്ണം എവിടെയാണ് വെക്കുന്നത്? ലെഫ്റ്റ് സൈഡ്. ഇയാളുടെ ലെഫ്റ്റ് സൈഡ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇയാളുടെ ലെഫ്റ്റ് സൈഡ്, അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ ഹാർട്ടിന്റെ കീഴ്ഭാഗത്തായിട്ട് ഒരു പാഡ് വെക്കുന്നു. മറ്റൊരു പാഡ് വന്നിട്ട്, ഈ പാഡിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, മറ്റൊരു പാഡ് വന്നിട്ട് നമ്മുടെ റൈറ്റ് ഭാഗത്തായിട്ട് ഘടിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ് ഓപ്പൺ ചെസ്റ്റിൽ അറ്റാച്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? AED അനലൈസ് കാർഡിയാക് റിതം. ഈ AED എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആ ഒരു ഹൃദയ താളം അവര് അനലൈസ് ചെയ്യാണ്. ഓക്കെ, ഹൃദയ താളം അനലൈസ് ചെയ്യാണ്. വെറുതെ അനലൈസ് ചെയ്യല, അതായത് അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, അതൊരു കുറച്ച് എന്താ പറയാ ഒരു ഞെട്ടിക്കുന്ന താളം ഉണ്ടോ എന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്. കയറ്റി കൊണ്ടുവരാൻ പറ്റണം. പിന്നെ അറ്റായി പോയ ഹാർട്ടിന് തിരിച്ച് നമുക്ക് റീഗെയിൻ ചെയ്യണം. ബീറ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് അതെ മൂവി ഞാൻ പറഞ്ഞുതരാം. കുറെ മൂവിയിലുണ്ട്. രാജാറാണി സിനിമ കണ്ടിട്ടുണ്ടോ? രാജാറാണി സിനിമ കണ്ടിട്ടുണ്ടോ? നസ്രിയ നയൻതാരൊക്കെ വിളിച്ച് തമിഴ് സിനിമയാണ് രാജാറാണി. നല്ല സിനിമയാണ്, കണ്ടിട്ടില്ലേ? ഓക്കെ. ഓർത്തു അല്ലെ? അതിനെന്തുണ്ട്, അതിനെന്ത് നമ്മുടെ നസ്രിയ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിക്കില്ലേ, ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നില്ലേ, അത് ശരിക്കും ആ ഷോക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഞെട്ടുന്നത്.
ഓക്കെ, അത് ഓർത്താ മതി. എന്താണ്? ഓക്കെ ഓക്കെ. പിന്നെ വേറെ കുറെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നണം. എനിക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ രാജാറാണി സിനിമയാണ് എനിക്ക് ഓർമ്മ. ഓക്കെ, കുറച്ചൊരു പിടിച്ചൊരു സീനാണെന്നത്, അതുകൊണ്ടായിരിക്കാം അത് മനസ്സിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ സംഭവം എന്താ ചെയ്യുന്നത്? അപ്പൊ AED ഇങ്ങനെ വെക്കുന്നു. AED വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അനലൈസ് ചെയ്യും, ഹാർട്ടിന്റെ ബീറ്റ് അനലൈസ് ചെയ്യും. അപ്പൊ ഹാർട്ട് ബീറ്റ് ഞാൻ പറഞ്ഞൊരു കുറച്ചൊരു ഞെട്ടിക്കുന്ന താളം ഉണ്ടോ എന്നുള്ളത് നോക്കും, അത് അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രസ് ഷോക്ക് ബട്ടൺ. ഒരു ഷോക്ക് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യും. അത് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ട് ഇവര് ഡോക്ടർ ചോദിക്കും ഓൾ ക്ലിയർ, എല്ലാം ക്ലിയർ ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഷോക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മൾ ഹാർട്ടിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത വഴിക്ക് എന്ത് സംഭവിക്കുകയാണ്? ചിലപ്പോ തിരിച്ച് റീഗെയിൻ ചെയ്തു വരും. ചിലപ്പോ അത് ഒരു പ്രാവശ്യം ഷോക്ക് കൊടുത്തിട്ട് വീണ്ടും അത് അനലൈസ് ചെയ്യും. ഓക്കെ, ആ താളം ഒന്ന് ബീറ്റ് കയറി വരുന്നുണ്ടോ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോ വീണ്ടും ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും. ചിലപ്പോ 2 or 3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഹാർട്ടിന്റെ ബീറ്റ് കയറി പോകും. ഓക്കെ, അപ്പൊ അതിനുശേഷം ഉടനടി എന്തും കൊടുക്കാം, CPR കൂടെ കൊടുക്കാം. അപ്പൊ എന്തുണ്ടാവും? ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് തിരിച്ച് കയറിങ്ങ് പോന്നോളൂ. അയാളെ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് എന്ത് വർക്ക് ആവുന്നത്? ഡീഫിബ്രിലേറ്റർ വർക്ക് ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 4 സ്റ്റെപ്പുകളൊന്നും പഠിക്കൊന്നും വേണ്ട, അറിഞ്ഞിരുന്നാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. AED ടേൺ ഓൺ ചെയ്യാം, then attach this electrode pads ഓപ്പൺ ചെസ്റ്റില്, then AED അനലൈസ്, കാർഡിയക് റിതം അനലൈസ് ചെയ്യുന്നു, ലാസ്റ്റ് പ്രസ് ഷോക്ക് ബട്ടൺ. അപ്പൊ നമ്മൾ ആ ഒരു വൈദ്യുത ഷോക്കാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഹാർട്ടിന്റെ ബീറ്റിനെ നമ്മൾ തിരിച്ച് റീഗെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരാണ്. ഇതാണ് എന്ത്? ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ എക്യുപ്മെന്റ് മനസ്സിലായി? ചിത്രമൊക്കെ നോക്കി വെക്കിട്ടാ. ഇപ്പൊ ആദ്യം കാണുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി കുറെ എക്യുപ്മെന്റുകളൊക്കെ കാണുമ്പോ ഇത് ECG ആണോ ഇനി വേറെ വല്ലതാണോ എന്നൊക്കെ തോന്നുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശരി, അടുത്തതാണ് തെർമോമീറ്റേഴ്സ്. ഓക്കെ, അതാണ് തെർമോമീറ്റർ കേട്ടോ. തെർമോമീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 4 ടൈപ്പ്. ഓക്കെ, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ അഫ്സൽ കണ്ടേക്കുന്നത്? നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു. എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ കണ്ടേക്കുന്നത്? ഓക്കെ ഓക്കെ, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല, ടിവിയിലും സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്തതാണ് തെർമോമീറ്റേഴ്സ് കേട്ടോ. ഓക്കെ, തെർമോമീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് തെർമോമീറ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണത്തിന്റെ ചിത്രമല്ല. ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം തെർമോമീറ്റർ കേട്ടോ. ആദ്യത്തെ 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഉണ്ട്, മൂന്നാമത്തത് ഫോർഹെഡ് തെർമോമീറ്റർ ഉണ്ട്, നാലാമത്തത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇത് 3 എല്ലാവരും നമ്മൾ കണ്ടുപരിച്ചിട്ടുള്ള തെർമോമീറ്റേഴ്സ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്താണ്? ഡിജിറ്റൽ തെർമോമീറ്റർ. ഇയാളാണ് കേട്ടോ. ഈ മൂന്നാമത് എടുക്കുന്ന ആളുണ്ടോ? ഇയാളാണ് കേട്ടോ ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. മിക്കവാറും ചിലരുടെ വീടുകളിൽ ഉണ്ടാവും കേട്ടോ, സാധാരണ വീട്ടിലുണ്ടാവും. ഡിജിറ്റൽ തെർമോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ഉണ്ട്. ഓക്കെ, വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളവരുടെ വീട്ടിലുണ്ടാവും. എന്റെ വീട്ടിലുണ്ട് ഈ സാധനം. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്താ പറയുക, കൃത്യവും വളരെ വേഗത്തിലും നമുക്ക് റിസൾട്ട് തരുന്നു കേട്ടോ. അങ്ങനെയുള്ളൊരു തെർമോമീറ്റർ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അത്രയും രൂപ എടുത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ജസ്റ്റ് ഈ ചിത്രം ഒന്ന് നോക്കി വെക്കാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. ഏറ്റവും വേഗത്തിലും കൃത്യവുമായിട്ടുള്ള റിസൾട്ട് തരുന്ന തെർമോമീറ്റർ ആണ് കേട്ടോ ഡിജിറ്റൽ തെർമോമീറ്റർ. മറ്റുള്ളത് തരില്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ടാമതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്താണ്? അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പിക്ചർ കാണിക്കാം കേട്ടോ. അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടില്ല. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറഞ്ഞാല് ടിംപാനിക്കോർ ഇയർ കേട്ടോ. കാർന്നല്ല കേട്ടോ, സി അല്ല, ഇയർ ആണ് കേട്ടോ. ആണ് ഈ ഒന്നും കേട്ടോ, പെട്ടെന്ന് കാണുമ്പോ കാർന്നാണ് വായിക്കുക. ഇയർ ആണ് കേട്ടോ. ടിംപാനിക്കോർ ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ
the temperature inside the ear canal by the way of infrared ray technology. Underline ചെയ്ത് വെക്കാട്ടോ. അപ്പോ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് ടിംപാനിക് തെർമോമീറ്റർ. ഇതും കൂടെ പറയാറുണ്ട് അതിന് ടിംപാനിക് തെർമോമീറ്റർ. ടിംപാനിക് TYMPANIC ടിംപാനിക് തെർമോമീറ്റർ. അത് വന്നിട്ട് എന്താണ് നമ്മുടെ ഇൻഫ്രാറെഡ് റേ ടെക്നോളജി അല്ലെ, അതായത് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിലൂടെ, ചെവി കനാൽ ഉണ്ടല്ലോ, അതിനകത്തുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്? നമ്മുടെ കർണപടം ഉണ്ടല്ലോ, ഇയർ ഡ്രം എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇയർ ഡ്രം. ആ ഇയർ ഡ്രമ്മിനെ കവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു പാളിയുണ്ട്. അതാണ് ഈ ടിംപാനിക് മെംബ്രെയിൻ എന്നാണ് എന്ന് പറയുക, ടിംപാനിക് മെംബ്രെയിൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ആ ഒരു പേര് ഇത് വെച്ചിട്ടാണ് ടിംപാനിക് തെർമോമീറ്റർ എന്നതിന് പേര് വന്നത് കേട്ടോ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്, ഈ തെർമോമീറ്ററിന്റെ അടുത്ത് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. IR സെൻസേഴ്സ് കേട്ടോ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ കർണപടം, അതായത് ഇയർ ഡ്രം ഉണ്ടല്ലോ, ഈ ഇയർ ഡ്രം പല താപവികിരണങ്ങള് പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ഇയർ ഡ്രം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും താപവികിരണങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇയർ ഡ്രമ്മിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന താപവികിരണങ്ങൾ കണ്ടെത്താനായിട്ട് ഈ ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ടല്ലോ, അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻഫ്രാറെഡ് സെൻസർ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇത് വെക്കുന്ന സമയത്ത് ഇൻഫ്രാറെഡ് സെൻസർ ആ താപവികിരണങ്ങളെ, ആ താപത്തിന്റെ അളവുണ്ടല്ലോ, ഈ ഇയർ ഡ്രമ്മിൽ നിന്ന് പുറത്തോട്ട് വിടുന്ന താപവികിരണം, അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യും. ഈ ഒരു ഇൻഫ്രാറെഡ് സെൻസർ കൃത്യമായിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന താപനിലയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരോഷ്മാവ്, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഓക്കെ, അതാണ് ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഫ്രാറെഡ് എന്താ പറയാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ശരീരോഷ്മാവ് അവിടെ മെഷർ ചെയ്യപ്പെടുകയാണ്. മനസ്സിലായല്ലോ? അതിൽ ഇൻഫ്രാറെഡ് സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇയർ ഡ്രമ്മിന് പുറത്തു വിടുന്ന ആ ഒരു ഹീറ്റ് റേഡിയേഷൻസ് ഉണ്ടല്ലോ, അതിനെ കണ്ടെത്താനായിട്ട് ഈ ഇൻഫ്രാറെഡ് സെൻസർ സഹായിക്കും. എന്നിട്ട് ഈ സെൻസർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ താപത്തിനെ അളക്കും. അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഹീറ്റ് റേഡിയേഷൻ അളന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരോഷ്മാവ് അളക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ പേര് ടിംപാനിക് തെർമോമീറ്റർ എന്നും പേരുണ്ട് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇയർ തെർമോമീറ്ററിന് തന്നെ പറയുന്ന വേറൊരു പേരാണിത് ടിംപാനിക് തെർമോമീറ്റർ. എന്തുകൊണ്ടാണ് ടിംപാനിക് വന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഇയർ ഡ്രമ്മിന്, കർണപടത്തിന് ചുറ്റുള്ള ഒരു പാളിയുണ്ട്, അതിന്റെ പേര് ടിംപാനിക് മെംബ്രെയിൻ എന്നാണ്. അതിൽ നിന്നാണ് ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം, എന്തുകൊണ്ട് ഇവിടെ ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണല്ലോ. ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇതാവുമ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ടച്ചിങ് ദ സ്കിൻ. നമുക്ക് സ്കിൻ ടച്ച് ചെയ്യണ്ട, ടച്ച് ചെയ്യാണ്ട് സെൻസർ ആണല്ലോ, റേഡിയേഷൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് സ്കിന്നിനെ ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വിൽ റിഡ്യൂസ് ദ കണ്ടാമിനേഷൻ ആൻഡ് ഡിസ്കംഫർട്ട് ഓഫ് ദ പേഷ്യന്റ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചുണ്ടാകുന്ന ഒരു കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇങ്ങനെ വെക്കുള്ളൂ, ആ റേഡിയേഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ചിത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിത്രം ഇവിടെ എടുത്തിട്ടുണ്ട്, ഇതിലില്ലാണ്ടോ ചിത്രം? നോക്കട്ടെ. ചിത്രം കണ്ടോ? സ്ക്രീനിലൊന്ന് നോക്കിക്കേ, കണ്ടോ? കാണുന്നില്ലേ ചിത്രം? ഇരുപത്തി വേറെ കൂടി ഉണ്ടായിരുന്നില്ലേ, പോയോ? വേറൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു ചെവിയില്. ഓക്കെ, മനസ്സിലായല്ലോ? ചെവിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടിംപാനിക് അഥവാ ഇയർ തെർമോമീറ്റർ. അതിന്റെ ചിത്രം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. കണ്ടല്ലോ, പിക്ചർ എല്ലാവരും കണ്ടല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പൊ ടിംപാനിക് തെർമോമീറ്റർ എന്താണ്? അതിന്റെ മറ്റൊരു പേരാണ് കേട്ടോ ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് തെർമോമീറ്റർ. നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഫോർ ഹെഡ് തെർമോമീറ്റർ കേട്ടോ. ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ്. ഫോർ ഹെഡ് കണ്ടിട്ടുണ്ടല്ലോ? ഈ സാധനം
ഇതാണ് കേട്ടോ. നെറ്റിയുടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ കൊറോണ ടൈം ഓക്കെ 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 ഇതാണ് കേട്ടോ സംഭവം. ഫോർഹെഡ് തെർമോമീറ്റർ. Forehead thermometers utilize infrared sensors to measure the temperature. ഇതുപോലെ തന്നെ എന്താണ് ഇൻഫ്രാറെഡ് അല്ലെ, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ്. പ്രത്യേകിച്ച് ഫോർഹെഡ് എന്ന് പറയാൻ കാരണം നമ്മൾ നെറ്റിയിൽ വെച്ചിട്ടാണ് അത്. മറ്റേ ടിമ്പാനിക്കാണെങ്കിൽ ചെവിയിൽ വെച്ചിട്ടല്ലേ, ഇതാവുമ്പോ നമ്മൾ നെറ്റിയുടെ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്, മറ്റൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചൂടെ എന്നൊക്കെ തോന്നാം. കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻഫ്രാറെഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിന്നിൽ ടച്ച് ചെയ്യാതെ തന്നെ അവിടെ ഒരു കണ്ടാമിനേഷൻ ഇല്ലാണ്ട് പേഷ്യന്റിന് ഡിസ്കംഫർട്ട് ഇല്ലാണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. പിന്നെ അടുത്തത് പിന്നെ നമ്മൾക്ക് ഇപ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ്. പണ്ടൊക്കെ ഈ ഡിജിറ്റൽ തെർമോമീറ്റർ ഫോർഹെഡ് ഒക്കെ വരുന്നതിന് മുൻപുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് നടുക്കത്താണ് കേട്ടോ. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ കേട്ടോ. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്താണ്? മെർക്കുറി തെർമോമീറ്റേഴ്സ് give precise temperature readings and can be used orally, rectally or under the arm. എന്താണ് പറയുന്നത്? ഇയാളാണ് കേട്ടോ. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ നമുക്കറിയാലോ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള റീഡിങ് തരുന്ന ഒരു എന്താ പറയാ തെർമോമീറ്റർ ആണ്. അത് മാത്രമല്ല ഇത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? വായിൽ വെച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അണ്ടറാം അല്ലെ, നമ്മുടെ കക്ഷത്തിൽ അല്ലെ, അവിടെ വെച്ചിട്ടാണ് പൊതുവെ നോക്കാറ്. ചിലർ വായിൽ വെക്കും. പിന്നെ റെക്ടലിയും ഉപയോഗിക്കാം കേട്ടോ. റെക്ടലി എന്ന് വെച്ചാൽ മലദ്വാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴിയും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഗ്ലാസിനകത്തുള്ളത് മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറി ഓക്കെ. അതുകൊണ്ടാണ് അതിന്റെ പേര് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 4 ടൈപ്പ് തെർമോമീറ്റർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിജിറ്റൽ തെർമോമീറ്റർ എന്താണ്? ഇലക്ട്രോണിക് റിയർ തെർമോമീറ്റർ അഥവാ ടിമ്പാനിക് തെർമോമീറ്റർ എന്താണ്? ഫോർഹെഡ് തെർമോമീറ്റർ എന്താണ്? ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം തരും കേട്ടോ. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏത് തെർമോമീറ്റർ ആണ്. ടിമ്പാനിക് മിക്കവാറും തരില്ല, കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ ചിത്രം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്രയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ആള് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ എപ്പോഴും ചെയ്യണതും നമ്മൾ കാണുന്ന ആൾക്കാരാണ് അല്ലെ. എന്താണ്? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെ. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ഇതിനൊരു പേരുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് കേട്ടോ പറയുന്നത്. സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നോക്കാം. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. എന്താണ് ലോസ്റ്റ് പ്രഷർ എന്ന് വെച്ചാൽ സാധാരണ ഇത് നമ്മൾ ആ ഒരു സ്ട്രിപ്പ് അവർ കയ്യിൽ വെക്കും അല്ലെ, കയ്യിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം? പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ടൈറ്റ്നെസ് ഫീൽ ചെയ്യും അല്ലെ. ടൈറ്റ് ഫീൽ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കാണ്ടോ, ശ്രദ്ധിച്ചവരുണ്ടായിരിക്കും. ഇതിനെയാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഈ സംഭവത്തിനെയാണ് മാനോമീറ്റർ. ഈ മാനോമീറ്ററിൽ ഇങ്ങനെ ആ ഒരു മെർക്കുറി അതിങ്ങനെ ലെവല് മുകളിലോട്ട് പോയിട്ട് പിന്നെ അത് കീഴ്പോട്ടേക്ക് വരും. അപ്പൊ ആ ഒരു മോളിൽ പോയിട്ടാണ് താഴോട്ട് വരുന്നത്. ആ ഒരു താഴ്ച മോളിൽ പോയിട്ട് താഴോട്ട് വരുന്ന അതുണ്ടല്ലോ, അതുകൊണ്ടാണ് ലോസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. മോളിൽ പോയിട്ട് പിന്നെ താഴോട്ട് വരുന്നത്, അതുകൊണ്ടാണ് ലോസ്റ്റ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. ഇനി ഇതിനെ നമ്മൾ എന്താ പറയാ? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് കേട്ടോ പറയാം. സ്വിഗ്മോ മാനോമീറ്റർ. A Swigmo manometer includes an inflatable cuff, a measuring unit, and a mechanism for inflation which can be handled manually. അപ്പൊ ഈ പറയുന്ന ബ്ലഡ് പ്രഷർ അപ്പാരറ്റസിന് എന്തെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട് കേട്ടോ. ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറഞ്ഞത് ഈ തുണിയിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, റാപ്പ് ചെയ്യുന്ന സാധനം, അതിനെയാണ് കേട്ടോ പറയുന്നത്. ഇൻഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വീർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. വീർപ്പിക്കുക കേട്ടോ. അത് പറയാത് ഇൻഫ്ലേറ്റബിൾ കഫ് എന്നാണ് പറയുന്നത്. ഈ നമ്മൾ ഇവിടെ നമ്മൾ റാപ്പ് ചെയ്യുന്ന ആ സാധനം ഈ കോട്ടിന്റെ കളറാണ് മിക്കവാറും. ശരി, ആ സംഭവത്തിനെയാണ് ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു റബ്ബർ ബ്ലാഡർ ആണ് കേട്ടോ. ഇറ്റ് റബ്ബർ ബ്ലാഡർ ആണ് ദാറ്റ് ഇസ് കവേർഡ് അറൌണ്ട് ദ ആം. ഓക്കെ, അത് ശരിക്കും ഒരു റബ്ബർ ബ്ലാഡർ ആണ്. അത് തുണിയിൽ
പൊതിഞ്ഞിട്ടാണ് വരുന്നത്. തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ ആമിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യാണ്, കവർ ചെയ്യാണ്. അതിന് നമ്മൾ ഇൻഫ്ലേറ്റബിൾ കഫ് എന്നാണ് പറയാ കേട്ടോ ഈ സാധനത്തിന്, ഈ ഒരു പൊതിയുന്ന സാധനത്തിന്. പിന്നെ എന്താണ് ഈ മെഷറിംഗ് യൂണിറ്റ്? യെസ്, അവിടെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ മെഷറിംഗ്. അതിന് മാനോമീറ്റർ എന്നാണ് കേട്ടോ പറയാം, മാനോമീറ്റർ. അതുകൊണ്ടാണ് പേര് സ്വിഗ്മോ മാനോമീറ്റർ എന്ന് വരാൻ കാരണം. ഓക്കെ, ഇതാണ് മാനോമീറ്റർ. പിന്നെന്താണ് അതിന്റെ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ? ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട്, വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാം. ഈ സാധനമാണ് ബൾബ് പമ്പ് കേട്ടോ. ഇതുണ്ടല്ലോ ബൾബ് പമ്പ്. ഇതിങ്ങനെ ഞെക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സംഭവം നമ്മളിവിടെ ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് there is a mechanism for inflation which can be handled manually. അപ്പോ ഇത് സ്വാഭാവികമായിട്ട് ഈ റാപ്പ് ചെയ്യും അല്ലെ, ഇൻഫ്ലേറ്റഡ് കഫ്. നമ്മുടെ മിക്കവാറും അത് എടുത്ത കയ്യിലൊക്കെയാണ് എന്ത് ചെയ്യുക, റാപ്പ് ചെയ്യുക. ഓക്കെ, അത് റാപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ ബൾബ് പമ്പിന് സൈഡിൽ ഒരു സ്ക്രൂ അതൊക്കെ തിരിച്ചിട്ട് ഇവരെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യും. ഈ ബൾബ് പമ്പിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് നമുക്കറിയാം, ഇതിങ്ങനെ ടൈറ്റ് ആവും, ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും അല്ലെ. ടൈറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, അത് ശരിക്കും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റാപ്പിനകത്തുള്ള ആ റബ്ബർ ബ്ലാഡർ ഇങ്ങനെ വീർത്ത് വരും. അങ്ങനെ അത് വീർക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഈ ഒരു ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോന് ഒരു പെട്ടെന്ന് ഒരു സമയത്തേക്ക് ഇങ്ങനെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത്രയും ടൈറ്റ് ആവും. ഓക്കെ, അത്രയും ടൈറ്റ് ആകുമ്പോൾ സാധനം മുകളിൽ കയറി പോകും. അത് കഴിഞ്ഞിട്ട് പതുക്കെ എന്താ സ്ക്രൂ തിരിച്ചിട്ട് അത് റിലീസ് ചെയ്യും. അപ്പോഴാണ് ലോസ്റ്റ് പ്രഷർ അവിടെ, എന്നിട്ട് അത് താഴേക്ക് വന്നൊരു നോർമൽ നമ്മുടെ പ്രഷറിലോട്ട് എത്തും. അതാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് പ്രഷർ കേട്ടോ. അപ്പൊ ഇത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. ഇതിന്റെ പേര് സ്വിഗ്മോ മാനോമീറ്റർ കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ 3 ഭാഗങ്ങൾ ഈ സാധനത്തിന് ഇൻഫ്ലേറ്റഡ് കഫ് എന്ന് പറയും. ഇത് വന്നിട്ട് ഇവിടെ ജസ്റ്റ് പേരൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ കൂടുതലും ഓട്ടോമാറ്റിക് ആയി തുടങ്ങി. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഷുഗറും മറ്റുള്ളതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കേട്ടോ, അത് ഓർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് നെക്സ്റ്റ് വൺ ആണ് എന്ത്, ലാരിംഗോസ്കോപ്പ് കേട്ടോ. എന്താണ് ലാരിംഗോസ്കോപ്പ്? ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലേ. ഓക്കെ, സാധനമാണ് കേട്ടോ ലാരിംഗോസ്കോപ്പ്. നോക്കിക്കേ, ഇതെന്താണ്? ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ് കേട്ടോ, എ പാർട്ട് ഓഫ് ദ ത്രോട്ട്. നമുക്കറിയാം ലാരിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ENT-ക്കകത്ത് വോയിസ് ബോക്സ്, നമ്മുടെ തൊണ്ടയുടെ അല്ലെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ലാരിങ്സ്, വോയിസ് ബോക്സ് എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ ഈ അത് ഒബ്സർവ് ചെയ്യാനായിട്ട് ലാരിങ്സ് ശരിക്കും ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മുടെ ത്രോട്ടിന്റെ അവിടെ വരെ എത്തിക്കും ഈ സംഭവം. ഓക്കെ, എന്നിട്ട് ആ ഒരു ലാരിങ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഉപകരണത്തിന്റെ പേര് ലാരിംഗോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പി is a procedure. Laryngoscopy is a medical approach or procedure that is used to get a view of the larynx. Okay, അപ്പൊ ലാരിങ്സിന്റെ ആ വ്യൂ ലഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ, ലാരിംഗോസ്കോപ്പ് ഉപയോഗിക്കുന്ന പ്രൊസീജിയറിനെ നമ്മൾ എന്ത് പറയും? ലാരിംഗോസ്കോപ്പി എന്നാണ് പറയാം. ഈ ചിത്രം കാണുമ്പോൾ ഇത് ലാരിംഗോസ്കോപ്പ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊരാളുണ്ട്, അതെന്താണെന്ന് നമുക്കറിയാം, ഓക്സിജൻ മാസ്ക് അല്ലെ. ഇത് കൂടുതലും ഈ സെറ്റപ്പ് നിങ്ങൾ നെബുലൈസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നെബുലൈസർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പ് അല്ലേ കണ്ടിട്ടുള്ളത്. നോക്കാം, എന്താണ് ഓക്സിജൻ മാസ്ക്? An oxygen mask offers a method to carry the breathing oxygen gas from a storage tank to the lungs. അല്ലെ, ഈ പറയുന്ന ഒരു സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഓക്സിജൻ ഗ്യാസ് അല്ലെ, നമുക്ക് ശ്വസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഗ്യാസ് ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ഓക്സിജൻ മാസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Oxygen mask may wrap only the nose and mouth or the whole face. They may be made of plastic, silicone or rubber. അതായത് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത് സാധാരണ അറിയാലോ, നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനെ വായനും കവർ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ ഫേസ് മൊത്തം കവർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഓക്സിജൻ മാസ്ക് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സിലിക്കോണോ റബ്ബറോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? ഈ പറയുന്ന ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കാം. മനസ്സിലായത്? കൂടുതൽ നമ്മൾ നെബുലൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നെബുലൈസറിൽ കണക്ട് ചെയ്തിട്ട് ഓക്സിജൻ മാസ്ക് വയ്ക്കും അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക്
അടുത്തൊരാളും കൂടെ പറയാലോ, അടുത്തൊരാളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തത് എന്താണ്? ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കേട്ടോ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഞാൻ അന്ന് ടെർമിനോളജി പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഗ്രാമും ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം. ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഉപകരണമാണ് കേട്ടോ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന പ്രിന്റ് ആണോ എന്നൊരു സംശയം തോന്നും. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്, ഉപകരണമാണ് കേട്ടോ. അതിന് കിട്ടുന്ന റെക്കോർഡിന് ഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ECG അല്ലെ. ECG എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ECG എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. Electrocardiogram is the process of recording the electrical function of the heart over a period of time using the electrodes which are put on the skin. അല്ലെ, അതായത് നമ്മുടെ സ്കിന്നില് അല്ലെ, നമ്മുടെ സ്കിന്നില് എന്താ പറയാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അളക്കാനായിട്ട് സ്കിന്നിൽ വെച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന അല്ലെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഹാർട്ടിന്റെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് അറിയാലോ, ഇവിടെ കണ്ടോ കുറെ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇത് വലിയ ബോറിംഗ് ക്ലാസ് അല്ലല്ലോ, അപ്പൊ ഇങ്ങനെ കൂടുതൽ എളുപ്പം പറഞ്ഞു പോകും, എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഷുറൻസ് അല്ലെ, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. ഓരോ റെസ്പോൺസിബിലിറ്റി ഓർത്തിരിക്കണേ, മറന്നു പോകരുത്. ഇൻഷുറൻസ് കാര്യങ്ങള് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്താ പറയുക പരിശീലനങ്ങൾ കൊടുക്കാം. എല്ലാ ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാം. അതുപോലെ തന്നെ ക്ലെയിം പ്രോസസ് ചെയ്യാൻ സഹായിക്കാം. മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അതുപോലെ ഹോസ്പിറ്റലിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക, പേഷ്യന്റിന്റെ സേവനം അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാം, മന്ത്ലി റിപ്പോർട്ടുകൾ സമർപ്പിക്കുക, ആഴ്ചതോറും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, ഇൻഷുറൻസ് പ്രോഗ്രാമുകളൊക്കെ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുക, അതിന് പങ്കാളികളാവുക അല്ലെ. ഇങ്ങനെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ കണ്ടിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഡീഫിബ്രിലേറ്റർ നമ്മൾ കണ്ടു, തെർമോമീറ്റർ, പിന്നെ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അഥവാ സ്വിഗ്മോമാനോമീറ്റർ, ലാരിംഗോസ്കോപ്പ്, ഓക്സിജൻ മാസ്ക്, ECG, ഇലക്ട്രോ കാർഡിയോ. ECGയുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ AED ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഉണ്ട് ആതിര മിസ്സിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.